അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1451, സൂറത്തുൻ നഹൽ 33 മുതൽ 37 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم وما ظلمهم الله ولكن كانوا أنفسهم يظلمون فأصابهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء نحن ولا آباؤنا ولا حرمنا من دونه من شيء كذلك فعل الذين من قبلهم فهل على الرسل إلا البلاغ المبين ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين إن تحرص على هداهم فإن الله لا يهدي من يضل وما لهم من ناصرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. هل ينظرون അവർ പ്രതീക്ഷിക്കുന്നുവോ ഇല്ലാ അൻ തഅതിയഹുൽ മലായിക, അവരെ മരിപ്പിക്കാൻ മലക്കുകൾ അവരുടെ അടുത്ത് വരലിനെ അല്ലാതെ, ഔ യഅതിയ അംറു റബ്ബിക, അല്ലെങ്കിൽ തങ്ങളുടെ നാഥന്റെ കൽപ്പന വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്നതിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ? പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കണ്ട, അതാണ് നടക്കാൻ പോണത്. കദാലിക, ഇവർ നിഷേധിച്ചതുപോലെ ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരും പ്രവർത്തിച്ചിരുന്നു. പ്രവാചകന്മാർ സത്യസന്ദേശവുമായി കടന്നു വരുമ്പോൾ അതിനെ നിരാകരിക്കാനും നിഷേധിക്കാനും ഇവരുടെ മുമ്പുള്ളവരും മുൻപന്തിയിലുണ്ടായിരുന്നു. അതേ സ്വഭാവം ഇവരും സ്വീകരിക്കുന്നു എന്നർത്ഥം. വമാ വലമഹുമുല്ലാഹു, അല്ലാഹു അവരെ ആക്രമിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യസ്ലിമൂൻ, അവരുടെ ശരീരങ്ങളെ അവർ തന്നെയാണ് ആക്രമിച്ചത്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ശിക്ഷക്കവർ അർഹരായി തീർന്നത് എന്നർത്ഥം. ഫഅസാബഹും, അങ്ങനെ അവരെ ബാധിച്ചു. സയ്യിആതു മാ അമിലു, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ദുരന്തം, അതിന്റെ തിന്മ അവരെ ബാധിച്ചു. വഹാഖ ബിഹിം, അവരിൽ സംഭവിക്കുകയും ചെയ്തു. മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരെന്തൊന്നിനെയായിരുന്നുവോ പരിഹസിച്ചിരുന്നതെങ്കിൽ അത്, അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതം, അതേപോലെ തന്നെ പടച്ചോന്റെ ശിക്ഷ, അന്ത്യനാൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊന്നും സംഭവിക്കില്ല, അതൊക്കെ പുളുവാണ് എന്നായിരുന്നുവല്ല അവർ പറഞ്ഞിരുന്നത്. അതെല്ലാം അവർക്ക് ശരിക്കും അനുഭവത്തിൽ ബോധ്യപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായി എന്നർത്ഥം. വഖാലല്ലദീന അശ്റകൂ, ബഹുദൈവാരാധകന്മാരായ ആൾക്കാർ പറഞ്ഞു, ലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ അബദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന് പുറമെ മറ്റൊന്നിനെയും, ഒരു ദൈവത്തെയും ഞങ്ങൾ ആരാധിക്കുമായിരുന്നില്ല. നഹ്നു വലാ ആബാഉന, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ പൂർവികരും ആരാധിക്കുമായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നു, അതിന് ഞങ്ങൾക്ക് സൗകര്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാ ഹറംനാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ, അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ഞങ്ങൾ മറ്റൊന്നിനെയും ഹറാമാക്കുകയും ചെയ്യുമായിരുന്നില്ല അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ബഹീറ, സാമ്, വസീല, ഇങ്ങനെ തുടങ്ങിയിട്ട് സായിബ എന്നൊക്കെ പറഞ്ഞ് പല മൃഗങ്ങളെയും ബിംബങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക് അവർ നേർച്ച നേരുകയും അതിനൊന്നും തിന്നാൻ പാടില്ല എന്ന രൂപത്തിലൊക്കെ അവർ വിവിധ
സംവിധാനങ്ങൾ വിശ്വാസങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതാണ് ഹറാമാക്കാറിന്റെ ഉദ്ദേശം. അതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല, അതിന്റെ മാംസം തിന്നാൻ പാടില്ല, അതിന്റെ പാല് കുടിക്കാൻ പാടില്ല, അത് ദൈവത്തിന് നേർച്ചയാണ് എന്നൊക്കെ പറയുന്ന സ്വഭാവം അവർ സ്വീകരിച്ചിരുന്നു. അതൊക്കെ അല്ലാഹു തആല അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനൊക്കെ അവസരം ഉണ്ടായത്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ബിംബാരാധന നടത്തുമായിരുന്നില്ല. അതേപോലെ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഹറാമാക്കുകയും ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഞങ്ങൾ ചെയ്തല്ലോ, ബിംബാരാധനകൾ നടത്തിയല്ലോ. അതേപോലെ അതിനൊക്കെ ബഹിറ സായിബ തുടങ്ങിയിട്ടുള്ളതിനൊക്കെ ഞങ്ങൾ ഹറാമാക്കിയല്ലോ. അപ്പൊ അതൊക്കെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടതാണ് എന്നൊരു കല്ല് വെച്ച നുണ അവർ പറഞ്ഞു. അല്ലാഹു പറയുന്നത് കദാലിക ഇപ്രകാരം ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം ഇവരുടെ മുമ്പുള്ളവരും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടോണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിഷേധിക്കുകയും അതിന് അങ്ങനെ ഒരു ന്യായം പറഞ്ഞ് അതിന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മുമ്പുള്ളവരും. എന്നാൽ ഫഹൽ അലർ റുസുലി പ്രവാചകന്മാരുടെ മേലിലുണ്ടോ ഇല്ലൽ ബലാഗുൽ മുബീൻ വ്യക്തമായ പ്രബോധനമല്ലാതെ മറ്റു വല്ലതും. പ്രവാചകന്മാർ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രബോധനം ചെയ്യുക എന്ന ദൌത്യമാണ് അവർക്കുള്ളത്. ആ ദൌത്യത്തിന് റിസൾട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കും. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന് അവർ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അവർക്ക് കൊള്ളാം. അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്താൽ അതിന്റെ ദുരന്തം അവർ ഏറ്റെടുക്കേണ്ടി വരും എന്നർത്ഥം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമൂഹങ്ങളിലും നിശ്ചയമായും നാം നിയോഗിച്ചിട്ടുണ്ട് റസൂലൻ ദൂതനെ. അനിഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്. വജ്തനിബു താഗൂത്ത നിങ്ങൾ പ്രതിഷ്ഠകളെ ഒഴിവാക്കുകയും വേണം, ബിംബാരാധനയെ നിങ്ങൾ വർജിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും ബിംബാരാധനയെ നിങ്ങൾ ഒഴിവാക്കണമെന്നും കൽപ്പിച്ചുകൊണ്ട് എല്ലാ സമൂഹങ്ങളിലും ദൂതന്മാരെ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ഫമിൻഹും അപ്പോൾ ആ നിയോഗിക്കപ്പെട്ട സമൂഹത്തിലുണ്ട് മൻ ഹദല്ലാഹ് അല്ലാഹു സന്മാർഗത്തിലാക്കിയവരുണ്ട്. അതായത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ ആ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും ആ ജനതയുടെ കൂട്ടത്തിലുണ്ട് മൻ ഹഖ്ഖത്ത് അലൈഹിൽ ളലാല വഴികേട് സ്ഥിരപ്പെട്ട ആളുകളുണ്ട്. സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് അവിശ്വാസത്തിലും അതേപോലെ തന്നെ ഇരുട്ടിൽ തപ്പുന്ന ശൈലി സ്വീകരിക്കുന്നതിലും മുന്നോട്ട് പോയവരും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഫസീറു ഫിൽ അർളി നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, ഫൻളുറു എന്നിട്ട് നിങ്ങൾ നോക്കുക കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ തള്ളിപ്പറഞ്ഞവരുടെ നിഷേധിച്ചവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അവരോട് അത്രേ പറയാനുള്ളൂ. പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചു. പ്രബോധന ദൌത്യവുമായി കടന്നു വന്ന മഹാമനീഷികൾ അവർ ഹൃദയസ്പർക്കായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രബോധനം ചെയ്തിട്ട് ആ പ്രബോധനത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചു മാറ്റുകയും അതിനെതിരിൽ കൊഞ്ഞനം കുത്തുകയും ചെയ്ത ആളുകൾ അവരൊക്കെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലോകത്തുകൂടെ നടന്ന് കാണുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യാൻ നബിതങ്ങളുടെ കാലഘട്ടത്തിലെ ബഹുദൈവാരാധകന്മാരെയും സത്യനിഷേധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുകയാണ്. എന്നിട്ട് നബിതങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഇൻ തഹരിസ് അലാ ഹുദാഹും നബിയെ അവരുടെ സന്മാർഗത്തിന്റെ മേൽ തങ്ങൾ അത്യാഗ്രഹം വെച്ചാൽ ഫഇന്നല്ലാഹ ലാ യഹ്ദീ മൻ യുളില്ലു അല്ലാഹു തആല അവർ വഴിപഴപ്പിച്ചവരെ സന്മാർഗത്തിലാക്കുകയില്ല. എല്ലാവരും നന്നാവണം, എല്ലാവരും ശരിയായ റൂട്ടിലായിരിക്കണം എന്ന ആഗ്രഹം തങ്ങൾക്കുണ്ടാവും. പക്ഷെ എല്ലാവരെയും നന്നാക്കുക എന്ന അതായത് നിർബന്ധിച്ച് അവരുടെ മനസ്സിന്റെയും അതേപോലെ ചിന്തകളുടെയും താൽപര്യത്തെ അവഗണിച്ചുകൊണ്ട് ഒരു നിർബന്ധിതാവസ്ഥയിൽ നന്മയിൽ കടന്നു വരണം എന്നൊരവസ്ഥ ഉണ്ടാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നർത്ഥം. അതാണ് ഇൻ തഹരിസ് അലാ ഹുദാഹും അവരുടെ സന്മാർഗത്തിന്റെ മേൽ തങ്ങൾക്ക് അത്യാഗ്രഹമുണ്ടെങ്കിലും ഫഇന്നല്ലാഹ ലാ യഹ്ദീ മൻ യുളില്ലു അല്ലാഹു വഴിതിരിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയില്ല. വമാ ലഹും മിൻ നാസിരീൻ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുന്ന ഒരാളുകളും അവർക്കുണ്ടാവുകയില്ല എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സത്യനിഷേധികളായ ആളുകളുടെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനങ്ങളുടെ ശരിയായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഹൽ യൻദുറൂന ഇല്ലാ തഅതിയഹും എന്ന് തുടങ്ങുന്ന ആയത്ത് മുഖേന
അല്ലാഹു തആല പറയുന്ന ഈ സൂറത്തിലെ നാൾവഴികളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? വിശുദ്ധ ഖുർആനിനെ സത്യനിഷേധികളായ ആളുകൾ അവര് ആക്ഷേപിച്ചു. അത് കെട്ടുകഥയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കെട്ടുകഥയാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കടുത്ത താക്കീത് നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഖുർആൻ സത്യമാണെന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണെന്നും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലം അവരെ കാത്തിരിക്കുന്നുണ്ടെന്നും അല്ലാഹു തആല ഉണർത്തിയൊക്കെ കഴിഞ്ഞ സൂക്തങ്ങളിൽ വന്നതാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ സത്യനിഷേധികളായ ആളുകൾ തെളിവുകൾ കിട്ടിയാലും വസ്തുതകൾ ബോധ്യപ്പെട്ടാലും അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നാൽ പിന്നെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്താ? അവരവരെ പാട്ടിന് വിടുക. അവരവരെ പാട്ടിന് വിട്ടിട്ട് അവർക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് രണ്ടാലൊരു സാധ്യതയാണ്. ഒന്നുകിൽ സ്വാഭാവിക മരണത്തിന് അവർക്ക് അവധി എത്തുമ്പോൾ മലക്കുകൾ വന്ന് അവരെ റൂഹ് പിടിച്ച് അവരെ മരിപ്പിക്കുക, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വംശനാശം വരും വിധത്തിലുള്ള എന്തെങ്കിലും ശിക്ഷകൾ ഇറക്കുകയോ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാക്കുകയോ ചെയ്യുക. അതുമല്ലെങ്കിൽ ഈ ലോകത്തിന്റെ നാശം സംഭവിച്ച് പുനർജന്മത്തിന്റേതായിട്ടുള്ള സാധ്യതകളിൽ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുക. ഈ മൂന്നാലൊരു സാധ്യതയെ ഇനി അവരുടെ മുന്നിലുള്ളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് ഇവിടെ ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക ഔ യഅതി അംറു റബ്ബിക. ഈ പറഞ്ഞ ഭാഗത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവർ മലക്കുകൾ അവർക്ക് വന്നു കിട്ടലിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ, മലക്കുകൾ വന്നു കിട്ടലിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല മുതഹജ്ജിദൻ ലിൽ മുശ്രിക്കീന അലാ തമാദ്ദിഹിം ഫിൽ ബാത്തിലി വഖ്തിറാരിഹിം ബിദ്ദുനിയാ. മുശ്രിക്കുകൾ, ബഹുദൈവാരാധകന്മാർ അവരുടെ സത്യനിഷേധ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഭൗതിക ജീവിതത്തിന്റേതായിട്ടുള്ള പ്രൗഢികൾ ഇതാണ് ഞങ്ങളുടെ ലോകം എന്ന വിധത്തിൽ അവരതിൽ ചതിപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, ഹൽ യൻതളിറു ഹൗലാഇ ഇല്ലൽ മലായികത അൻ തഅതിയഹും ബിഖബ്ലി അർവാഹിഹിം. മലക്കുകൾ അവർക്ക് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ റൂഹിനെ പിടിച്ചവരെ മരിപ്പിക്കുക, അതല്ലാതെ അവർ കാത്തിരിക്കുന്നുണ്ടോ എന്ന്. ഔ യഅതി അംറു റബ്ബിക, അല്ലെങ്കിൽ തങ്ങളുടെ നാഥന്റെ കൽപ്പന വരിക. ഐ യൗമൽ ഖിയാമ വമാ യുആനിനൂഹു മിനൽ അഹ്വാലി യുആനിനൂഹു മിനൽ അഹ്വാലി. ഖിയാമന്നാളും അതിനോടനുബന്ധിച്ച് വരുന്ന പ്രതിസന്ധികളും അതിനെ അല്ലാതെ അവർ കാത്തിരിക്കുന്നുണ്ടോ? അതായത് ഒന്നുകിൽ അവരുടെ മുന്നിൽ ഇനി വരാനുള്ളത് സ്വാഭാവിക മരണമാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും വിധത്തിൽ ഈ നിഷേധത്തിന് പാപത്തിന്റെ ശമ്പളം എന്ന നിലക്ക് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലുള്ള ചില ശിക്ഷാ നടപടികൾ അവർക്ക് ഇറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിചാരണയ്ക്ക് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടുക. ഈ മൂന്നാലൊരു സംഗതി അല്ലാതെ മറ്റെന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വേറൊന്നും പ്രതീക്ഷിക്കണ്ട. നിഷേധത്തിൽ മുന്നോട്ട് പോവുകയും നിഷേധത്തെ തൊഴിലാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ ഗതി ഇതാണ്. ഒന്നുകിൽ അവർ സ്വാഭാവിക മരണം പ്രാപിക്കും, അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് ശിക്ഷ ഇറക്കും. എന്തായാലും സ്വാഭാവിക മരണം ഉണ്ടായാലും ശിക്ഷ ഇറക്കിയാലും ഒക്കെ പടച്ചവന്റെ കോടതിയിൽ പരലോകത്ത് മഹ്ശറിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയും അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള വിഹിതം അല്ലാഹു നൽകുകയും ചെയ്യും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞോട് അല്ലാഹു പറയാണ്, കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരും ഇങ്ങനെ ചെയ്തവരാണ്. അതായത് നിഷേധം എന്നതൊരു പുത്തിരിയൊന്നുമല്ല ലോകത്ത്, അതൊരു പുതിയ പ്രവണതയും അല്ല. മുൻകാലങ്ങളിലും ഇതേപോലത്തെ നിഷേധത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ സമൂഹങ്ങളിൽ നടമാടിയിട്ടുണ്ട്. അങ്ങനെ സമൂഹങ്ങളിൽ നടമാടിയപ്പോൾ അവർക്ക് കടുത്ത ശിക്ഷയും അതേപോലെ തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടികൾ വരുമ്പോൾ അല്ലാഹു ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയാമോ? പറഞ്ഞുകൂടാ. കാരണം അല്ലാഹു അവരെ ആക്രമിച്ചിട്ടില്ല. കാരണം അല്ലാഹു തആല അവർക്ക് നേരിന്റെ വഴി കാണിക്കാൻ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ സമുദ്ധാരണ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ ശിക്ഷകൾ വരിഞ്ഞു മുറുക്കുമെന്ന താക്കീതും അതേപോലെ തന്നെ മുന്നറിയിപ്പും ആ പ്രവാചകന്മാർ നൽകിയിട്ടുമുണ്ട്. അപ്പൊ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചവരാണ് പിന്നീട് അവർക്ക് അനുഭവിക്കുന്ന സകലമാന തിരിച്ചടികൾക്കും ഉത്തരവാദികൾ.
അല്ലാതെ തിരിച്ചടി നൽകുന്ന അല്ലാഹു അല്ല. അതാണ് വമാ ലലമഹുമുല്ലാ, അല്ലാഹു തആല അവരെ ആക്രമിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവർ അവരെ തന്നെ ആക്രമിക്കുകയായിരുന്നു. അതായത് അല്ലാഹുവിന്റെ കൽപ്പനകളും അതേപോലെ തന്നെ നിഷേധങ്ങളും, അല്ലാഹുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുമ്പോൾ പടച്ചോന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമെന്ന പ്രവാചകന്മാരുടെ താക്കീതിനെ അവഗണിക്കുക എന്ന കുറ്റം അവർ ചെയ്തതാണ്. അതിന്റെ ശമ്പളമാണ് അവരനുഭവിക്കുന്നത്. അല്ലാതെ അല്ലാഹു അവരെ ആക്രമിച്ചിട്ടില്ല ഒരു കാരണവുമില്ലാതെ. അങ്ങനെ അവർ തന്നെ ആക്രമിച്ചപ്പോൾ ഫഅസാബഹും സയ്യിആതു മാ അമിലു, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ തിന്മ, അതിന്റെ ദുരന്തം അതവരെ ബാധിച്ചു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏതൊരു സംഗതിയാണ് പരിഹസിച്ചിരുന്നത് ആ കാര്യം അവരിൽ സംഭവിക്കുകയും ചെയ്തു. അതായത് പ്രവാചകന്മാർ വന്നിട്ട് അവരോട് താക്കീത് നൽകിയപ്പോൾ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ, എന്തിനാ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ച് കളിയാക്കിയതിന് അല്ലാഹു തആല അവർക്ക് എന്ത് നൽകി? അവന്റെ ശിക്ഷ നൽകി അവരെ പാഠം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് ഇவ்விധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായത് അവരുടെ പാപത്തിന്റെ ശമ്പളം മാത്രമാണ്, അല്ലാഹു അവരെ ആക്രമിച്ചതല്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു തആല നിഷേധികളുടേതായിട്ടുള്ള ചില ദുർന്യായങ്ങളും അതിനുള്ള മറുപടികളും പറയാൻ. വഖാലല്ലദീന അശ്റകൂ, ബഹുദൈവാരാധകന്മാർ പറഞ്ഞു, ലൗ ഷാ അല്ലാഹു മാ അബദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ കൂടാതെ ഒരു വസ്തുവിനെയും ഞങ്ങൾ ആരാധിക്കുമായിരുന്നില്ല. ഞങ്ങളിപ്പോ ധാരാളം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതൊക്കെ അല്ലാഹു തആല സമ്മതിക്കുകയും അവന് പൊരുത്തമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ ചെയ്യണേ. ഞങ്ങളെ ആരാധിക്കുന്നതിന് അല്ലാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു തരില്ലല്ലോ എന്നവര് ദുർന്യായം പറഞ്ഞു. അതേപോലെ വലാ ഹറംന മാ അബദ്നാ മിൻ ദൂനിഹി മിൻ ഷൈഇൻ നഹ്നു വലാ ആബാഉന, ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ അല്ലാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കുമായിരുന്നില്ല. വലാ ഹറംന മിൻ ദൂനിഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന് പുറമെ ഞങ്ങൾ ഒന്നിനെയും ഹറാമാക്കുകയും ചെയ്യുമായിരുന്നില്ല. അതായത് ബഹീറ, സായിബ, വസീല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടങ്ങിയിട്ടുള്ള പല മൃഗങ്ങളെയും ബിംബങ്ങൾക്ക് പ്രതിഷ്ഠകൾക്ക് നേർച്ച നേരുകയും അതിന്റെ പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല, അതിന്റെ മാംസം തിന്നാൻ പാടില്ല, അതിന്റെ പാല് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അല്ലാഹു അനുവദിച്ച പലതിനെയും അവർ ഹറാമാക്കിയിട്ടുണ്ട്. ആ ഹറാമാക്കുക എന്ന പണിയും ഞങ്ങൾ ചെയ്യുമായിരുന്നില്ല. അതിനെ നിബിധങ്ങൾ നിരാകരിച്ചപ്പോ നിഷേധിച്ചപ്പോ അതിനെ ആക്ഷേപിച്ചപ്പോഴാണ് അവർ പറയണത്, ഞങ്ങളിപ്പോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യം അല്ലാഹു ചെയ്തു തരില്ലേ ഞങ്ങൾക്ക്, അതുകൊണ്ട് അത് പടച്ചോന് പൊരുത്താണ്, അല്ലാഹുവിനത് ഇഷ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അവരെന്ത് ചെയ്തു? അവര് ദുർന്യായം പറഞ്ഞു. ആ ദുർന്യായം അവർ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തിയതുപോലെ മദ്മൂനു കലാമിഹിം, അവരുടെ ഈ വാക്കിന്റെ ഈ പ്രസ്താവനയുടെ ചുരുക്കം ഇത്രയാണ്: അന്നഹു ലൗ കാന തആല കാരിഹൻ, അല്ലാഹു ഇത് വെറുപ്പായിരുന്നുവെങ്കിൽ ലമാ ഫഅൽന, കാരിഹൻ ലിമാ ഫഅൽന, ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കാര്യം അല്ലാഹുക്ക് ഇഷ്ടമില്ലെങ്കിൽ അൻകറഹു അലൈനാ ബിൽ ഉഖൂബത്തി, ശിക്ഷ നൽകിയിട്ട് അല്ലാഹു ഞങ്ങളെ നിഷേധിക്കില്ലേ? വലമാ മക്കന്ന മിൻഹു, ഇതിന് ഞങ്ങൾക്ക് അല്ലാഹു സൗകര്യം ചെയ്തു തരികയും ചെയ്യില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇതിന് സൗകര്യം ഉണ്ടായി, അതുകൊണ്ട് തന്നെ അല്ലാഹുക്ക് അത് ഇഷ്ടാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയായിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? കദാലിക ഫഅലല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരും ഇങ്ങനത്തെ ഈ തൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് തോന്നിയാസം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫഹൽ അല റസുലി ഇല്ലൽ ബലാഗുൽ മുബീൻ, ദൂതന്മാരുടെ മേലെ വ്യക്തമായ പ്രബോധനം മാത്രമല്ലേ ഉള്ളൂ. അഥവാ കാര്യങ്ങളുടെ നിജസ്ഥിതി പറഞ്ഞു കൊടുക്കുക, അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അനുഭവിക്കാനുള്ളത് അവരനുഭവിച്ചോട്ടെ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. അത് പടച്ചോന് പൊരുത്തുള്ളതല്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിന് സൗകര്യം കിട്ടൂലായിരുന്നു എന്ന് പറയേണ്ടതില്ല. മറിച്ച് ഈ ലോകം അള്ളാഹു തആല ഒരു പരീക്ഷണത്തിന്റെ ലോകമായിട്ട് വെച്ചതാണ്. എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ സൗകര്യം ഇവിടെ ഉണ്ടാകും, പക്ഷെ അത് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും, ഇത് ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകും എന്ന് താക്കീത് നൽകാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ നിയോഗിച്ച് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ആ ചോയ്സും അള്ളാഹു നൽകി. ജനങ്ങൾക്ക് കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധിയും നൽകി. ആ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് അള്ളാഹു നൽകിയ സ്ഥിതിക്ക് ഇനി വേണ്ടാത്തത് തെരഞ്ഞെടുക്കുകയും നിഷേധം സ്വീകരിക്കുകയും ചെയ്താൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെയാണ് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല,
എല്ലാ സമൂഹങ്ങളിലും അള്ളാഹു ദൂതനെ നിയോഗിച്ചിട്ടുണ്ട്, നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയും ബിംബങ്ങളെ നിങ്ങൾ വർജിക്കുകയും ചെയ്യണം എന്ന് കൽപ്പിച്ചുകൊണ്ട്. എന്നാൽ ആ കൽപ്പന സ്വീകരിച്ചവരും നിരാകരിച്ചവരും ആ സമൂഹങ്ങളിൽ ഉണ്ടായി. അതാ ഫമിൻഹും മൻ ഹദല്ലാഹ്, അവരുടെ കൂട്ടത്തിൽ, ആ ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സന്മാർഗത്തിലാക്കിയവരുണ്ട്. വമിൻഹും മൻ ഹഖ്ഖത അലൈഹിൽ ളലാല, വഴികേട് സ്ഥിരപ്പെട്ടവരുണ്ട്. എന്ന് പറഞ്ഞാൽ നിഷേധത്തിൽ മൂടുറച്ചു പോയവർ, പ്രവാചകന്മാരെ അംഗീകരിക്കാത്തവരും ഉണ്ടായി. അതുകൊണ്ട് ആ അംഗീകരിക്കാത്തവരോട് തങ്ങൾ പറയേണ്ടത് ഫസീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, പ്രവാചകന്മാരെ നിഷേധിച്ച തള്ളിക്കളഞ്ഞവരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന്. മുൻകാല സമുദായങ്ങളിൽ നടന്നിട്ടുള്ള ശിക്ഷയുടേതായിട്ടുള്ള നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള സമൂഹങ്ങളിൽ നടന്ന ശിക്ഷയുടെയും പടച്ച തമ്പുരാൻ നൽകിയ തിരിച്ചടികളുടെയും ഒക്കെ കഥകൾ പരിശോധിക്കുക. എന്നിട്ട് ഇനിയും ഈ നിഷേധം തുടരണോ എന്ന് ചിന്തിക്കാൻ വേണ്ടി അവരോട് തങ്ങൾ പറയുക എന്നർത്ഥം. എന്നിട്ട് നബിതങ്ങളോട് അള്ളാഹു പറയാണ്, ഇൻ തഹരിസ് അലാ ഹുദാഹും, അവരുടെ സന്മാർഗത്തിന്റെ മേൽ തങ്ങൾ അത്യാഗ്രഹം വെച്ചാലും, അതായത് എല്ലാവരും നന്നാവണമെന്ന് മുത്തുനബിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഹരീസുൻ അലൈക്കും എന്നല്ലേ നബി തങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തിയത്. പക്ഷെ അങ്ങനെ തങ്ങൾ ആഗ്രഹിച്ചാലും എല്ലാവരും നന്നാവൂല. കാരണം ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുളില്ലു, അള്ളാഹു വഴിതെറ്റിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയില്ല. വമാ ലഹും മിൻ നാസിരീൻ, അവർക്കാവട്ടെ അവന്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുന്ന സഹായികൾ ഉണ്ടാവുകയുമില്ല. അള്ളാഹു വഴിതെറ്റിച്ചവർച്ചാൽ അവർ ഓരോരുത്തരുടേതായിട്ടുള്ള അവസ്ഥകളെ മറ്റു പരിഗണനകളെല്ലാം മാറ്റിവെച്ച് അവനെ സ്വതന്ത്രമായി വിട്ടാൽ അവൻ എവിടേക്ക് എത്തും എന്നത് സംബന്ധമായി അള്ളാഹുവിന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരാനും മറ്റു ചിലർക്ക് നിഷേധത്തിൽ തന്നെ തുടരാനുമുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടൊരു ശൈലി ഇവിടെ നടക്കാൻ പോകണില്ല. അതുകൊണ്ട് തങ്ങളുടെ ആഗ്രഹം, എല്ലാവരും നന്നാവണമെന്നുള്ള ആഗ്രഹം വെക്കാം, പക്ഷെ അതിന്റെ റിസൾട്ട് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണ്ട എന്ന് അള്ളാഹു ഉണർത്തിയതാണ്. അള്ളാഹു നമ്മ നല്ലവരും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.